ശരി രാജീവ്, ഇപ്പോ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ് AKSF പറഞ്ഞു വെക്കുന്നത്. അതായത് BJPയും കോൺഗ്രസും ഈ ക്രെഡിറ്റ് CPM കൊടുക്കണോ? അല്ല, CPM പല കാര്യങ്ങളിലും അവർ ഗോൾമുഖം തുറന്നു വെച്ച് ഗോൾ ഏറ്റുവാങ്ങുകയും അതുപോലെ തന്നെ BJPക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പാസ് കൊണ്ടു കൊടുക്കുകയുമാണ് ചെയ്തത്. ഉദാഹരണത്തിന് CPM കുറച്ച് നാളായിട്ട് സോഫ്റ്റ് ആയിട്ടും മൈൽഡായിട്ടും ചിലയിടത്ത് ഹാർഡായിട്ടും അഗ്രസീവായിട്ടും മുസ്ലിം വിരുദ്ധത എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് CPMനെതിരെ വലിയ ആക്ഷേപമുണ്ട്. അത് BJPയുമായി കൈകോർക്കുന്നു, BJPയുമായിട്ട് പല കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിലടക്കം CPI മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM കഴിഞ്ഞാലുള്ള ഘടകകക്ഷിയായ CPI ഇതിനെ എതിർക്കുന്നു. ഇതെല്ലാം ഇടത് റാങ്ക് ആൻഡ് ഫയലിനകത്ത് പോലും, അതായത് അടിയുറച്ച ഇടത് ജനാധിപത്യ വിശ്വാസികളിൽ അല്ലെങ്കിൽ ഇടത് വോട്ടർമാരിടയിൽ പോലും CPMനെ കുറിച്ചുള്ള ഒരു വിപ്രതിപത്തി ഉണ്ടാകും. ഈ 4 വോട്ടിന് നിലപാട് മാറ്റുന്നവരല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടുവന്ന രാഷ്ട്രീയം വിളിച്ചുകൊണ്ടുവന്ന മുദ്രാവാക്യം അപ്പാടെ തിരുത്തി പറഞ്ഞില്ലേ? അല്ല, ഇത് ഇപ്പോ പല കാര്യങ്ങളിലും ഇപ്പൊ പോലീസിനെ കുറിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പരാതിയുണ്ട്. BJPയുമായി എടുക്കുന്ന ചില നിലപാടുകളുടെ കാര്യത്തിൽ പരാതിയുണ്ട്. വാക്കുകൊണ്ട് ചിലപ്പോൾ പ്രസ്താവന കൊണ്ട് ഒക്കെ CPM എടുക്കുന്ന അല്ലെങ്കിൽ ഒരു മൃദുഹിന്ദുത്വം അപ്പുറത്ത് കാണിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ CPMനെതിരെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ CPMന് ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഞാൻ കാണുന്ന ഒരു കാര്യം, 2 തരത്തിലുള്ള ഡബിൾ ഇമ്പാക്ട് ഉണ്ടായി. ഒന്ന്, ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകളും അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളും പോയിട്ടുണ്ട്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ CPMനെ കാര്യമായി കൈവിട്ടു. മറ്റൊരു കാര്യം, സാധാരണ ഈ ഇത്തരത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം തെക്കൻ ജില്ലകളിലോട്ട് അങ്ങനെ ബാധിക്കുന്നതല്ല. പക്ഷേ കൊല്ലത്തെ കോർപ്പറേഷന്റെ റിസൾട്ട് നോക്കൂ, അവിടെ അത്തരത്തിൽ വോട്ട് സ്വാധീനമുള്ള മുസ്ലിം മേഖലകളിലൊക്കെ LDFന് വൻ പരാജയമുണ്ടായിട്ടുണ്ട്. ഇത് തെക്കൻ കേരളത്തിലേക്ക് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ CPMനെതിരെ ഉണ്ടായ ഭരണത്തിനെതിരെ ഉണ്ടായ ഒരു എതിർവികാരത്തിന്റെയും ആ വോട്ടുകളുടെ ഏകീകരണവും സംഭവിച്ചു. 1. 2, BJPയിലേക്ക് CPMന്റെ അടിസ്ഥാന വോട്ടുകൾ ഒഴുകിപ്പോയി എന്ന് പറയുന്ന ഗുരുതരമായ പ്രശ്നം CPM കണ്ണു തുറന്ന് കാണേണ്ട പ്രശ്നമാണുള്ളത്. വോട്ട് ബേസ്ഡ് ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായി എന്നതിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. ഇനി പക്ഷേ വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പറഞ്ഞത് വീണ്ടും മാറ്റി പറയാൻ പറ്റുമോ? അല്ല, നേരത്തെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോഴേ എനിക്ക് മനസ്സിലായി അതിലേക്കാണ് വരുന്നത്. അതായത് 2010 ഞങ്ങൾ 6 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു, അവർ 8 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അതിനുശേഷം 2011 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഞങ്ങൾ 2 സീറ്റിന് മാത്രം അധികാരം നഷ്ടപ്പെട്ടു. ഞാൻ ഈ ഓരോ വാക്കും അദ്ദേഹത്തിൽ നിന്ന് അത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് അന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അന്ന് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ CPMനെ കുറിച്ചുള്ള ഈ എതിർവികാരമില്ല. BJP ഇങ്ങനെ CPMന്റെ വോട്ട് ചോർത്തിക്കൊണ്ടു പോകുന്ന അന്നത്തെ ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. ആ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ CPMന് കൂടി കിട്ടി, ഇടതുപക്ഷത്തിന് കൂടി കിട്ടിയപ്പോഴാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെല്ലാം കൂടുതൽ സീറ്റ് ജയിക്കുകയും ഏറ്റവും അവസാനം 2 സീറ്റിന് അധികാരം നഷ്ടപ്പെടുകയും.